അതിനകത്തേക്ക് നമ്മൾ വൈറ്റ് ജസ്റ്റ് ആ ഒരു ചെയ്ത് ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ തണ്ടും പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് പറ്റുന്നവർക്ക് ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽസ് വേൾഡ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കൊരു പെയിൻറ്റിങ്ങിനായിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ പെയിൻറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഒരു എന്തിൻ്റെ ബോർഡാണെന്ന് പറയുന്നത്, കേക്കൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ബോർഡ് കിട്ടൂലേ, അപ്പോൾ അത് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ സ്റ്റിക്കറൊക്കെ പൊളിച്ചിരുന്നിട്ട് അവിടെ ബ്ലാക്ക് നല്ല പെയിൻറ്റ് അടിച്ചിട്ട് ജസ്റ്റ് 2 റൗണ്ടിൽ നമ്മൾ റെഡ് പെയിൻറ്റ് വെച്ചിട്ട് അടിച്ച് വെക്കുക. അതിനകത്തേക്ക് നമ്മൾ വൈറ്റ് ജസ്റ്റ് ആ ഒരു ബ്രഷിനകത്ത് നമ്മൾ ഒരു ഭാഗം വൈറ്റും ഒരു ഭാഗം റെഡും ആയിട്ട് ചെറുതായിട്ട് ഇത് ചെയ്തേക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇതായത് ചുറ്റിച്ച് ഇങ്ങനെ ഓരോ മറ്റേ റോസാപ്പൂവിൻ്റെ ഓരോ ഇതളുകളായിട്ട് വരച്ച് വെച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു പരീക്ഷണമാണ്. വലിയ വലിയ പെയിൻറ്റിംഗ് ഒന്നുമല്ല. ഇപ്പം നന്നായിട്ട് അറിയാവുന്ന ആരും എന്നെ ട്രോളരുത്. നിങ്ങൾ ട്രോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നിരാശയാവും. പിന്നെ ഇതുപോലെ പരീക്ഷിച്ച് നോക്കാനൊക്കെ, അതുകൊണ്ട് ട്രോളൊക്കെ സങ്കടപ്പെടുത്തരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും നല്ലൊരു കമൻ്റൊക്കെ ഇട്ട് എന്നെ കുറച്ചും കൂടെ നല്ല നല്ല പെയിൻറ്റിങ് ചെയ്യാനായിട്ട് പ്രോത്സാഹനം തരണം. അപ്പോൾ നമ്മൾ അങ്ങനെ മറ്റേ ഫസ്റ്റത്തെ നമ്മൾ ഒരു റൗണ്ട് വെച്ചത് നമ്മൾ ഇതുപോലെ ഫിനിഷ് ചെയ്തു. രണ്ടാമത്തെ നമ്മൾ റൗണ്ടിലും ഇതുപോലെ ഇത് ചെയ്യുക. അപ്പം നമ്മൾ ഇങ്ങനെ വൈറ്റ് പെയിൻറ്റ് ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ ഇത് വയ്ക്കുന്നത്. എന്നിട്ട് നടുക്കത്തെ ഇത് ഒരു ചെറിയ ഇതുപോലെ ഇങ്ങനെ വെച്ച് അങ്ങനെ ഇത് ഇതാണ് എല്ലാവർക്കും ഒരു 2-3 പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ 2 റോസാപ്പൂവിൻ്റെ ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തു. ഇതളുകളൊക്കെ നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ തണ്ടും ഇലകളും ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തണ്ടുകളും നമ്മൾ ഒരു ഗ്രീൻ വെച്ചാണ് നമ്മൾ ചെയ്തത്. എൻ്റെ കയ്യിൽ യെല്ലോ ഇല്ലായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് യെല്ലോയും കൂട്ടി ഇത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ യെല്ലോ ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് വെച്ച് ഇത് ചെയ്തില്ല. പിന്നെ നമ്മൾ എന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ ഇലകളും സൈഡിലും ഇതൊക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ ഇലകൾ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഒരു ഇത് വെച്ച് നമുക്ക് എന്തോരം വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറേ വീഡിയോസ് ഇനിയും ഞാൻ ഇടാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ പറ്റുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളെന്ന് ബെൽ ഐക്കണും ഞെക്കി എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അങ്ങനെ എനിക്ക് പറ്റുന്ന അത്രയും വീഡിയോസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കമൻ്റായിട്ട് അറിയിച്ചും പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് പറ്റുന്നവർക്ക് ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നല്ല വീഡിയോസ് ആണെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ഫ്രണ്ട്സ്.